പരിശുദ്ധമായ ജമാദുൽ ആഖിർ മാസത്തിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. ഒരുപക്ഷെ അടുത്ത വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പുണ്യമായ റജബ് മാസത്തിലായിരിക്കും. അല്ലാഹു തആല ആ പുണ്യമായ റജബ് മാസമൊക്കെ നമ്മളിലേക്ക് എത്തിച്ചു തരികയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാനും റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു ദുആയാണ്. അതേതാണ് ആ ദുആ? നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പക്ഷേ ചില ആളുകൾക്ക് ആ ദുആ അറിയില്ല, അല്ലെങ്കിൽ അറിയാം അതിന്റെ ശ്രേഷ്ഠത അറിയില്ല, അല്ലെങ്കിൽ അത് എപ്പോൾ ചൊല്ലണമെന്നറിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അതോടൊപ്പം തന്നെ ആ ദുആ നമ്മൾ എപ്പോഴൊക്കെ പറയുന്നു അതോടൊപ്പം നമ്മൾ പറയേണ്ട അള്ളാഹുവിന്റെ പുണ്യമായ ഒരു നാമം, ഒരു ഇസ്മ. ആ ഇസ്മ 4 അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഇസ്മാണ്. പുണ്യമായ ഒരു ഇസ്മാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റിയ, നമുക്ക് എല്ലാ ദിവസവും പ്രത്യേക ചില സമയത്ത് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു തആല തരും. മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്വലാത്താണ്. സ്വലാത്ത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇന്ന് അല്പം വ്യത്യസ്തമായ ഒരുപാട് മഹത്തുക്കൾ അവരുടെ കിതാബുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുണ്യമായ സ്വലാത്താണ്. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന 10 നേട്ടങ്ങൾ പഠിക്കാം. അതോടൊപ്പം തന്നെ ആ സ്വലാത്ത് ചൊല്ലാം. 1 കോടി പുണ്യമാണ് ഒരു പ്രാവശ്യം മാത്രം ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ ഒരു സഹോദരൻ ഒരു സംശയം ചോദിച്ചു, ഉസ്താദേ, ഈ നിസ്കാര കുപ്പായം നിസ്കരിക്കുമ്പോൾ ഇപ്പോൾ പുതിയ ട്രെൻഡാണല്ലോ പുള്ളിക്കുപ്പായം, എന്താണ് പുള്ളി ഉള്ളത്, അല്ലെങ്കിൽ ചിത്രങ്ങളുള്ളത്, പല കളറിലുള്ള നിസ്കാര കുപ്പായമുണ്ട്. അപ്പോൾ അത് ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? അത് ഉപയോഗിക്കാൻ പാടില്ല, അത് ഹറാമാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. ശരിയാണോ എന്നുള്ളൊരു സംശയം ചോദിച്ചു. അതിൻ്റെ വ്യക്തമായ മറുപടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിവും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്കും തന്നനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ വിജയിക്കുന്നവരുടെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ഉള്ളത് ഏറ്റവും ശ്രേഷ്ഠതകൾ നിറഞ്ഞ ജമാദുൽ ആഖിർ മാസത്തിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച രാവിലാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. ഈ പുണ്യമായ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലുമാണ് നമ്മളെല്ലാവരും ഉള്ളത്. അടുത്ത വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെയായി ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും പുണ്യമായ റജബ് മാസത്തിലായിരിക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ആഫിയത്തോടെ ആരോഗ്യത്തോടെ നമുക്ക് പുണ്യമായ റജബ് മാസത്തിലേക്ക് എത്താനും അതുപോലെ തന്നെ ഒരുപാട് നോമ്പെടുക്കാനും ഒരുപാട് പുണ്യങ്ങൾ ചെയ്യാനും ഒക്കെ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പലരും ചോദിച്ചു, ഉസ്താദെ, കമന്റിലൂടെ അല്ലാതെയൊക്കെ പല ഉമ്മമാരും ചോദിക്കുന്ന ഒരു സംശയം, ഉസ്താദെ, ഈ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ നിസ്കാര കുപ്പായം ധരിക്കാറുണ്ട്. ഇപ്പോൾ ട്രെൻഡാണ്. നമുക്ക് കടകളിൽ ചെന്നാലും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങാൻ കിട്ടുന്ന നിസ്കാര കുപ്പായങ്ങളുണ്ട്. ആ നിസ്കാര കുപ്പായങ്ങൾ കളർ നിസ്കാര കുപ്പായങ്ങളാണ് അല്ലേ? ഈ പുള്ളി ഉള്ളത്, പൂവിൻ്റെ പടം ഉള്ളത്, ചിലപ്പോൾ ഒരു ചാര കളറ്, ചിലപ്പോൾ മഞ്ഞ കളർ, അങ്ങനെ ഒരുപാട് നിസ്കാര കുപ്പായങ്ങളുണ്ട്. മുമ്പൊക്കെ വെള്ള മാത്രമായിരുന്നു. അപ്പോൾ ഈ കളർ നിസ്കാര കുപ്പായം ധരിക്കാമോ? ആ നിസ്കാര കുപ്പായം ധരിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ? ഹറാമാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു. അങ്ങനെ കളർ നിസ്കാര കുപ്പായം കൊണ്ട് നിസ്കരിക്കൽ ഹറാമായ കാര്യമല്ല. നിസ്കാരം ശരിയാകും, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കറാഹത്താണ്. അത് ഉപേക്ഷിക്കലാണ് നല്ലത്. നമുക്ക് സാധാരണ നമ്മൾ പണ്ടേ മുതൽ ഉപയോഗിക്കുന്ന ഈ വെള്ള നിസ്കാര കുപ്പായം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഹൈർ. വെള്ള വസ്ത്രം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് തന്നെ ഉപയോഗിക്കുക. ഇനിയിപ്പോൾ വെള്ള നിസ്കാര കുപ്പായമില്ല എങ്കിൽ കളർ ഉപയോഗിക്കാം. കളർ ഉപയോഗിച്ചെന്ന് പറഞ്ഞ് നിസ്കാരം ശരിയാവാതിരിക്കുന്നില്ല, നിസ്കാരം ശരിയാകും. പക്ഷേ കറാഹത്താണ് ഇത് ഉപയോഗിക്കൽ. വെള്ളയാണ് ഏറ്റവും നല്ലത് എന്ന് ആ ഒരു മസ്അല എൻ്റെ ഉമ്മമാർക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. വിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് ദുആകൾ ഉണ്ടല്ലോ അല്ലെ? റബ്ബന കൊണ്ട് തുടങ്ങുന്ന ദുആയുണ്ട്, റബ്ബി എന്ന് തുടങ്ങുന്ന ദുആയുണ്ട്, അല്ലാഹുമ്മ എന്ന് തുടങ്ങുന്ന ദുആയൊക്കെ ഉണ്ട്. നമ്മളത് റബ്ബന എന്ന് തുടങ്ങുന്ന ദുആകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഒരു ദുആയുണ്ട്, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദുആയാണ്. പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെയായി നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട, പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു ദുആയുണ്ട്. വേറൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്കൊന്ന് പറഞ്ഞാലോ? സൂറത്ത് ആലി ഇമ്രാനിന്റെ 8ാമത്തെ ആയത്താണത്. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഇതാണ് ദുആ. എന്ന് പറഞ്ഞേ, റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ,
ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. എന്താ അതിന്റെ അർത്ഥം? ഇത് മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്യുന്ന ദുആയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ ഈമാൻ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ദുആയാണ്, ചെയ്ത ദുആയാണ്, ചെയ്യേണ്ട ദുആയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ ഈ ഒരു ദിനത്തിൽ, നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്നും നാളെയൊക്കെ ആയിട്ട് നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഈ ദുആ നമ്മൾ അധികരിപ്പിച്ചു. കാരണം ഈമാൻ തെറ്റിപ്പോകുന്ന കാലമാണ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ഹറാമാകുന്ന കാഴ്ചകളും ചിന്തകളും വാക്കുകളും പ്രവൃത്തികളൊക്കെ നമ്മൾ കണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ഉമ്മമാരും ഉപ്പമാരും പഠിച്ചിരിക്കേണ്ട ഒരു ദുആയാണ് ഈ ദുആ. എന്താ അതിൻ്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നാഥ, ലാ തുസിഉ ഖുലൂബന, പടച്ചോനെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നീ ഊരിക്കളയരുത്, നീ തെറ്റിച്ച് കളയരുത്, ഞങ്ങളെ നീ മോശത്തരത്തിലേക്ക് കൊണ്ടുപോകരുത്. ബഅദ ഇദ് ഹദൈതന, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിക്കരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്, അല്ലാഹുവേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് പ്രദാനിക്കണമേ, നീ ഓശാരമായി തരണം. അല്ലാഹുവേ നീ അത്യധികം ഔദാര്യം ചെയ്യുന്നവനാകുന്നു എന്നാണ് ഈ ദുആഇന്റെ അർത്ഥം. നമുക്കൊന്ന് പറഞ്ഞാലോ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഇവിടെ പറയുന്നു, ഈ ഒരു തഫ്സീറിലൊക്കെ കാണാം, ഈ ഒരു ദുആ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 7 വട്ടം ദുആ ചെയ്താൽ, ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഓതിയാൽ ഈമാനിന്റെ സംരക്ഷണമാണ്. അതുപോലെ തന്നെ കുഫ്റിൽ നിന്നും നിഫാക്കിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്നതാണ്. മാത്രമല്ല നമുക്ക് ഒരുപാട് സംശയങ്ങൾ, അല്ലാഹ് ഉണ്ടോ? പല സംശയമാണ്. അല്ലാഹ് ഉണ്ടോ? സ്വർഗമുണ്ടോ? നരകമുണ്ടോ? അങ്ങനെ ഒരുപാട് പൊട്ട സംശയങ്ങളുണ്ട്. അതുപോലെയുള്ള ശൈത്താനികമായ വസ്വാസികളിൽ നിന്നുള്ള കാവൽ കിട്ടാനും ഈ ദുആ നമുക്ക് പര്യാപ്തമാണ്, ഉപയോഗിക്കാവുന്നതാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഈ ഒരു ദുആയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ ദുആഇന്റെ അവസാനം അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇസ്മ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ പടച്ചവനെ നീ ആരാണ്? നീ വഹാബാണ്. വഹാബ് എന്ന് പറഞ്ഞാൽ തിരികെ ഒരു ഉപകാരവും പ്രതീക്ഷിക്കാതെ ഒരുപാട് ദാനം ചെയ്യുന്നവൻ എന്നാണ് വഹാബ് എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും വഹാബ് എന്ന പേരുള്ള ആളുകൾ, അല്ലേ? അങ്ങനെ വഹാബ് എന്നല്ല, അബ്ദുൽ വഹാബ് എന്നാണ് പേര് വിളിക്കേണ്ടത്. റഹ്മാൻ ആണെങ്കിൽ അബ്ദുർ റഹ്മാൻ എന്നാണ്, അബ്ദുർ റഹീം എന്നാണ്. അതുപോലെ തന്നെ അബ്ദുൽ സത്താർ, അങ്ങനെ അബ്ദ് എന്ന് ചേർത്താണ് അള്ളാഹുവിന്റെ ഈ 99 പേരിൽ ഏതെങ്കിലും ഒരു പേര് മനുഷ്യന്മാരിട്ടാൽ അവരെ വിളിക്കേണ്ടത് അബ്ദ് എന്ന് ചേർത്തിട്ടാണ്. വഹാബ് എന്ന പേര് അത് വല്ലാത്തൊരു ഇസ്മാണ്. 4 അക്ഷരങ്ങളുള്ള, അല്ലെ? അള്ളാഹുവിന്റെ ഇസ്മുകളിൽ 4 അക്ഷരങ്ങളുള്ള ഈ പുണ്യമായ വഹാബ് എന്ന ഒരു ഇസ്മ ഒരു മനുഷ്യൻ ളുഹാ നിസ്കാരത്തിന്റെ അവസാന റക്അത്തിലെ അവസാനത്തെ സുജൂദിൽ, നമ്മളൊക്കെ ളുഹാ നിസ്കരിക്കാറുണ്ടല്ലോ. ളുഹാ നിസ്കാരത്തിന്റെ രൂപവും അതിന്റെ കോലവും അതിന്റെ സമയം അതിന്റെ റക്അത്ത് അതിന്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോകൾ നമ്മൾ 2-3 പ്രാവശ്യം തോന്നുന്നു നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു വീഡിയോ കിട്ടും. അപ്പോൾ ളുഹാ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ളുഹാ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരോടൊന്ന് പറയട്ടെ, അല്ലെ ഇനി നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിസ്കരിക്കാനുള്ള പ്രചോദനം നൽകുന്നതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു തരാം. ളുഹാ നമസ്കാരം 2 റക്അത്താണ് ഏറ്റവും നല്ല രൂപം. ആ 2 റക്അത്ത് ളുഹാ നമസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിലെ അവസാനത്തെ സുജൂദ്, അവസാനത്തെ സുജൂദിൽ യാ വഹാബ് യാ വഹാബ് യാ വഹാബ് എന്ന് ആ സുജൂദിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യത്തിന്റെ, ബറക്കത്തിന്റെ, സലാമത്തിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു തആല തുറന്നു തരുമെന്ന് നമുക്ക് ഒരുപാട് കിതാബുകളിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ദുആ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ആ ദുആ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ യാ വഹാബു എന്നോ യാ വഹാബു എന്നോ അല്ലെങ്കിൽ യാ വഹാബു യാ അല്ലാഹ് അങ്ങനെ പറഞ്ഞാലും നല്ല ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു രൂപമാണ്. യാ വഹാബു യാ അല്ലാഹ്. നമ്മളൊക്കെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ, ഒരു സഹായം ചെയ്തു കൊടുത്താൽ നമ്മുടെ മനസ്സിലുണ്ടാവും, പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാകും അവൻ എനിക്ക് അതിന് പകരം തരണം, അല്ലേ? നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ പലപ്പോഴും നമ്മൾ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട്, ഇതിന് പകരമായിട്ട് അവൻ എനിക്ക് എന്തെങ്കിലും തരുമായിരിക്കും, അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ മനുഷ്യന്മാർ തിരികെ അതിൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുമെങ്കിൽ അല്ലാഹു തആല ഒന്നും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുക്ക് നമ്മുടെ പൈസ ഒന്നും വേണ്ട,
നമ്മുടെ സ്ഥാനമാനം അള്ളാഹ്ക്കൊന്നും വേണ്ട. നമ്മളിപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഒന്നിച്ച് നിസ്കരിക്കുന്നു, എല്ലാവരും നിസ്കരിക്കുന്നു. ലോകത്തുള്ള എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു, എന്നിട്ട് എല്ലാവരും നിസ്കരിക്കുക എന്ന് വിചാരിക്കുക. അള്ളാഹ്ക്കൊന്നുമില്ല. ഇനി ആരും നിസ്കരിക്കുന്നില്ല, മുസ്ലിമീങ്ങൾ ആരും നിസ്കരിക്കുന്നില്ല, ആരും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നില്ല. അള്ളാഹ്ക്ക് വല്ലതും ഉണ്ടോ? അള്ളാഹ്ക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാണ്, അല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അള്ളാഹ്ക്ക് കൂടാനും ഇല്ല, കുറയാനും ഇല്ല. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന ഉപകാരങ്ങൾ, നമുക്ക് ഭക്ഷണം വെള്ളമൊക്കെ തരുന്നുണ്ടല്ലോ, ഇത് അള്ളാഹ് ഒന്നും തിരിച്ചാഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദാനം ചെയ്യുന്ന അള്ളാഹുവെ എന്നാണ് ഈ യാ വഹാബ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ ഒരു ഇസ്മ, 4 അക്ഷരങ്ങളാണ് ഈ ഇസ്മിലുള്ളത്. ഈ ഓരോ 4 അക്ഷരത്തിനും അല്ലാഹു തആല 10 ഇരട്ടി പ്രതിഫലമാണ് തരുന്നതെന്നാണ്. വഹാബ് എന്ന് പറഞ്ഞാൽ 4 അക്ഷരമാണ്. ആ വഹാബ് എന്ന ആ ഒരു അള്ളാഹുവിന്റെ ഇസ്മ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി പറഞ്ഞാൽ ആ 4 അക്ഷരത്തിനും ഒരു അക്ഷരത്തിന് 10 പ്രതിഫലം വെച്ച് അല്ലാഹു തആല ഒരു പ്രാവശ്യം അവൻ വഹാബ് എന്ന് പറഞ്ഞാൽ അവനിക്ക് 40 പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുക. അപ്പൊ പറഞ്ഞോ, യാ വഹാബു യാ അല്ലാ. പുണ്യമായ വെള്ളിയാഴ്ച രാവാണ്, ദുആക്ക് ഒരുപാട് ഇജാബത്തുള്ള സമയമാണ്. പുണ്യമായ റജബ് മാസം വരുന്നു. അതുകൊണ്ട് ചെയ്തു പോയ അബദ്ധങ്ങളൊക്കെ അല്ലാഹുവെ പുറത്തു തരണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ഇറക്കണം. ആ ദുആ ചെയ്യുന്നതിന് മുമ്പ് യാ വഹാബു എന്നോ അല്ലെങ്കിൽ യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ എന്നോ നമ്മൾ കഴിയുന്ന എത്രയാണെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് നമ്മൾ 2 കാര്യം പഠിച്ചു. ഒന്ന്, വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിന്റെ 8ാമത്തെ ആയത്താകുന്ന പുണ്യമായ ഒരു ദുആ നമ്മൾ പഠിച്ചു. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് യാ വഹാബു യാ അല്ലാ എന്ന 4 അക്ഷരങ്ങളുള്ള പുണ്യമായ ശ്രേഷ്ഠമായ ആ ഒരു ഇസ്മ, അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും പ്രതിഫലവും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഇത് വെള്ളിയാഴ്ച രാവാണ്, സ്വലാത്തിന്റെ രാവുകളാണ്. സ്വലാത്ത് ഒരുപാട് കണ്ട് നമ്മൾ അധികരിപ്പിക്കേണ്ട, എത്ര പറഞ്ഞാലും സ്വലാത്തിന്റെ മഹത്വം തീരൂല അല്ലെ. ഈ അടുത്തൊരു കിതാബിൽ വെറുതെ നോക്കിയപ്പോൾ ഒരു സംഭവം കണ്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ അയാൾ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കാണാനും കേൾക്കാനും പറ്റുന്നു അള്ളാഹ്ക്ക് ഒരു മലക്കുണ്ടെന്നാണ്. ലോകത്ത് ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കാണാൻ പറ്റും, അവർ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അള്ളാഹു കഴിവ് കൊടുത്ത ഒരു മലക്കുണ്ട്. ആ മലക്ക് എവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ചാര നിൽക്കുമെന്നാണ്. എന്നിട്ട് ലോകത്തിന്റെ പല പ്രദേശത്തേക്കും ഇങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ ആ സ്വലാത്ത് ചൊല്ലുന്ന ആളെയും അയാളുടെ പിതാവിനെയും ചേർത്തിട്ട് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, നബിയെ ആരാണോ സലാത്ത് പറയുന്നത് അയാളെയും അയാളുടെ പിതാവിൻ്റെ പേരും നബിക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പേരും നമ്മുടെ വാപ്പിച്ചിയുടെ പേരും ചേർത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ആ സബിതത്തിലേക്ക് ആ മലക്ക് പറയണം. എങ്ങനെ പറയണം? നമ്മൾ സ്വലാത്ത് ചൊല്ലണം. സ്വലാത്തിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്താണ് നേട്ടം? അല്ല, മലക്കുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് സ്വലാത്ത് ചൊല്ലുക. അതുപോലെ മലക്കുകളെക്കാൾ ഉയരാൻ പറ്റും എന്ത്? സ്വലാത്ത് ചൊല്ലിയാൽ. അതുപോലെ പിശാചിന്റെ ശത്രുവായി മാറും, ആഗ്രഹങ്ങൾ നമുക്ക് സഫലീകരിച്ച് കിട്ടും, വിഷമപ്രയാസങ്ങളൊക്കെ മാറാനും, അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം നമുക്ക് ഊട്ടി ഉറപ്പിക്കാനും, നമുക്ക് ശഫാഅത്ത് കിട്ടാനും, നമ്മുടെ ആഖിബത്ത് നന്നാവാനും, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ഒരു വട്ടം പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കോരി അല്ലാഹു തആല തരുന്ന ഒരു പുണ്യമായ ഇബാദത്താണ് സ്വലാത്ത്, മുത്തുനബി തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ഇപ്പൊ നമ്മൾ ഏകദേശം സ്വലാത്തിന്റെ 10 നേട്ടങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. 10 ഒരുപാട് നേട്ടമുണ്ട് സ്വലാത്തിന്. പറഞ്ഞത് 10 ആണെങ്കിലും അള്ളാഹു ആണ് നമുക്ക് പ്രതിഫലം തരുന്നത്, ഒരുപാട് പ്രതിഫലം തരും. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പുണ്യമായ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നും ഇനിയുള്ള ദിവസങ്ങൾ ഏതൊക്കെയുണ്ടോ എല്ലാ ദിവസത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയ, ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 1 കോടി പുണ്യം നമുക്ക് കിട്ടുന്ന പുണ്യമായ ഒരു സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? ആ സ്വലാത്തിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് ചൊല്ലാം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ അലിയിൽ ഖദരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അദദ മാ അലിംത വസിനത മാ അലിംത വമിൽഅ മാ അലിംത. എന്താ സ്വലാത്ത്? ഭയങ്കര ലോങ് ആയിട്ടുള്ള സ്വലാത്താണല്ലോ. വളരെ സിമ്പിളാണ്. ഇത് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല.
നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് വെറുതെ ഒന്ന് ചൊല്ലിക്കോ. ഒരൊറ്റ പ്രാവശ്യം, ഇന്ന് ഒരൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 1 കോടി പുണ്യമാണ്. 1 കോടി പുണ്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എത്രയാണോ നമുക്ക് തരാൻ ഉദ്ദേശിച്ചത്, 1 കോടിയൊന്നുമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടം പോലെ, അവന്റെ ഖജനാവ് വിശാലമാണ്. എത്രയാണോ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് അത്രയും നമുക്ക് കിട്ടിക്കോളും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞോ ഒരു പ്രാവശ്യം കൂടി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ അലിയിൽ ഖദിരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അദദ മാ അലിംത വസിനത മാ അലിംത വമിൽഅ മാ അലിംത. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബി തങ്ങൾക്ക് സ്വലാത്ത്, ഗുണം, രക്ഷ ഒക്കെ നീ കൊടുക്കണേ അല്ലാ. എങ്ങനെയുള്ള നബിയാണ്? അന്നബിയിൽ ഉമ്മിയി, അല്ലെ, ഉമ്മിയായ പ്രവാചകരാണ്. അൽ ഹബീബിൽ അലിയിൽ ഖദിരിൽ അലീമിൽ ജാഹി, അല്ലാഹുവേ ഉന്നതമായ സ്ഥാനമാനങ്ങളുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ. മുത്തായ ഹബീബിന് മാത്രമല്ല, വഅലാ ആലിഹി അവിടുത്തെ കുടുംബത്തിനും, വസ്വഹ്ബിഹി അവിടുത്തെ സ്വഹാബിമാർക്കും, വസല്ലിം നീ രക്ഷയും കൊടുക്കണേ അല്ലാ. അദദ മാ അലിംത, അല്ലാഹുവേ അദദ മാ അലിംത വസിനത മാ അലിംത വമിൽഅ മാ അലിംത, അല്ലാഹുവേ നിനക്കറിയാവുന്നതിൻ്റെ തൂക്കമനുസരിച്ച്, നിന്റെ ഇൽമിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിൻ്റെയൊക്കെ അളവനുസരിച്ച് നീ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും ഒക്കെ നീ ഗുണവും രക്ഷയും കൊടുക്കണേ അല്ലാ എന്നാണ് സ്വലാത്തിന്റെ അർത്ഥം. വല്ലാത്തൊരു സ്വലാത്താണ്. ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാലോ? എല്ലാ ദിവസവും ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി എന്ന് ഏറ്റവും കുറഞ്ഞത്. കൂടിയത് എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. പറഞ്ഞോ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ അലിയിൽ ഖദിരിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം അദദ മാ അലിംത വസിനത മാ അലിംത വമിൽഅ മാ അലിംത. അൽഹംദുലില്ലാഹ്. എത്രയോ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ പങ്കെടുക്കുന്ന സദസ്സാണ് അല്ലേ? എത്രയോ ഉമ്മമാര് എത്ര തിരക്കുണ്ടെങ്കിലും ഓരോ ദിവസത്തെ ക്ലാസ്സും മുടങ്ങാതെ കാണുകയും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പേപ്പറിലേക്കും ബുക്കിലേക്കൊക്കെ എഴുതി വെക്കുകയും അതൊക്കെ തൻ്റെ ബന്ധുമിത്രാദികൾക്കൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കൊടുക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും, ഞങ്ങളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നിറച്ചു കൊടുക്കണേ അല്ലാ. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോകൾ കാണുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, ഇത് മാത്രമായി മാറരുത് കേട്ടോ. ഇത് മാത്രമാക്കി ഒതുക്കിക്കളയരുത്. വീട്ടിൽ നമുക്ക് കുടുംബത്തോട് ബാധ്യതയുണ്ട്, നമ്മുടെ മക്കളോട് ചില കടമകളുണ്ട്, അത് ഭർത്താവിനോട് ചില മര്യാദകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ആവണം എന്ത് നമ്മുടെ ഈ ദിക്റും സ്വലാത്തും നമ്മുടെ ക്ലാസ്സും ഒക്കെ കേൾക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ ക്ലാസ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത്. പല ഭർത്താക്കന്മാരും പല മക്കളും ഒക്കെ പറയാറുണ്ട്, ഉസ്താദെ നിങ്ങളുടെ ഈ ക്ലാസ് കേട്ട് ഉമ്മ 24 മണിക്കൂർ ഇരിക്കുക, ഞങ്ങൾക്കൊന്നും ഇപ്പോൾ കഴിക്കാൻ കിട്ടണില്ല എന്ന് ഒരു കുട്ടി പറയുന്ന അല്ലെങ്കിൽ ഒരു ഭർത്താവ് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ആ കാര്യം എൻ്റെ എല്ലാ ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കേൾക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പിന്നെ ഫർദായ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ആവണം നമ്മുടെ ഈ ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ നമ്മൾ ചൊല്ലാൻ പാടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പുണ്യമായ വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസത്തിലാണ്, കഷ്ടത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും രോഗങ്ങളും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും ആരൊക്കെ ദുആ ചെയ്യാൻ ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെ പറയുന്നു, എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യണേ അല്ലാ. മരണപ്പെട്ടു എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ അല്ലാ. ഇന്നത്തെ ക്ലാസ് നമ്മൾ 3 കാര്യം പഠിച്ചു. ഒരു ദുആ പഠിച്ചു, ഒരു ഇസ്മിൻ്റെ നേട്ടം പഠിച്ചു, അതുപോലെ തന്നെ ഒരു പുണ്യമായ സ്വലാത്ത് പഠിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ ഇത് ഇന്നത്തേക്ക് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്, നമ്മൾ പറയേണ്ടതാണ്, നമ്മൾ ചൊല്ലേണ്ടതാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പുണ്യമായ വെള്ളിയാഴ്ച രാവാണ്. എല്ലാവരും ദ്വാരക്കുക, യാസീൻ ഓതിയൊക്കെ ദ്വാരക്കാൻ പറ്റും ദ്വാരക്കുക. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാരക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.